ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിലെ ഏറ്റവും ധനികയായിട്ടുള്ള സ്ത്രീ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 4 സ്ത്രീകളിൽ മാത്രമല്ല, അത് വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ ബിസിനസ് വുമൻ ഇൻ ഇസ്ലാം. പക്ഷെ മഹദി ഉപയോഗിച്ച ബിസിനസ് സ്ട്രാറ്റജീസ് നമുക്ക് പലർക്കും അറിയില്ല. ഫസ്റ്റ് വൺ, ക്യാരക്ടർ ബേസ്ഡ് ഹയറിംഗ് സിസ്റ്റം. സ്കില്ലിനപ്പുറം ഒരാളുടെ ക്യാരക്ടർ കൂടെ നോക്കിയിട്ടായിരുന്നു അയാളെ ജോലിയിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രവാചകനെ ജോലിയിലേക്ക് തെരഞ്ഞെടുത്തത്. ബിക്കോസ് ഓഫ് ഹിസ് ട്രസ്റ്റ് വർത്തി. അങ്ങനെ സിറിയയിലേക്ക് പറഞ്ഞയച്ച പ്രവാചകൻ കരുതിയതിൽ ഇരട്ടി ലാഭമായിട്ട് തിരിച്ചു വരികയും ചെയ്തു. സെക്കൻഡ് വൺ, സ്ട്രാറ്റജിക് പ്രോഫിറ്റ് ഷെയറിംഗ് ആൻഡ് പാർട്ട്ണർഷിപ്പ്. തന്റെ ഏജന്റിന് കൃത്യമായിട്ടുള്ള വരുമാനം കൊടുക്കുന്നതിന് പകരം തനിക്ക് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഷെയർ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നന്നായി പണിയെടുക്കുകയും ചെയ്തു. ആൻഡ് തേർഡ് വൺ, റെപ്യൂട്ടേഷൻ. തന്റെ പ്രശസ്തിയും ക്വാളിറ്റിയുമാണ് ഏറ്റവും മൂല്യമുള്ള കറൻസി എന്ന് മനസ്സിലാക്കിയ മഹദി തന്റെ വ്യാപാരത്തിനപ്പുറത്തേക്ക് തന്റെ ഏജന്റ്സ്, അതുപോലെ ക്ലയൻസ്, ബിസിനസ് പാർട്ട്നേഴ്സ് ഇവരുടെ ഒക്കെ ഒപ്പം നല്ല വിശ്വസ്തതയും നീതിയും വെച്ചു പുലർത്തി. അതുകൊണ്ട് തന്നെയാണ് മഹദിക്ക് അത്വാഹിറ എന്നുള്ള പേര് വരാനുള്ള കാരണം.